പട്ടികവർഗ വകുപ്പ് നിലവിൽ വന്നിട്ട് 50 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിനോടനുബന്ധിച്ച് സർക്കാരും വകുപ്പും 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ആഗസ്റ്റ് 9 തദ്ദേശീയ ദിനത്തോടനുബന്ധിച്ച് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചിട്ടുള്ള ദിനാചരണ പരിപാടി കൂടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടെ നമ്മൾ ഇതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കും. ഈ പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള KN ബാലഗോപാൽ, GR അനിൽ, VA ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നതായിരിക്കും. അനുബന്ധിച്ച് നമ്മൾ 1 വർഷക്കാലത്തെ പരിപാടിയിൽ ഊരുത്സവം മുതൽ തദ്ദേശീയ ജനവിഭാഗത്തിൻ്റെ തനത് കലാ കായിക പരമ്പരാഗത പരിപാടികളും പ്രദർശനമേളകളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും. തദ്ദേശീയ പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കലാ സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുത്തി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഗതിക പരമ്പരാഗത കലകളെ ഉൾപ്പെടുത്തി സർഗോത്സവം, കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനായി കളിക്കളം പരിപാടികളും നമ്മൾ ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. അനുബന്ധമെന്നോണം സിംപോസിയം, സെമിനാർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് കോൺക്ലേവ് തുടങ്ങിയവയും നമ്മൾ നടത്തുന്നതായിരിക്കും. 1 വർഷം നീളുന്ന പരിപാടികളുടെ പട്ടികവർഗ വികസനം സംബന്ധിച്ച് പുതിയ ഒരു ദിശാബോധം നൽകുന്നതിനും അതുവഴി പട്ടികവർഗക്കാരുടെ സമഗ്രമായ ഉന്നമനത്തിന് ആണ് സർക്കാർ കോൺക്ലേവ് കൂടിയിട്ട് ലക്ഷ്യമിടുന്നത്. വകുപ്പിൻ്റെ 50 വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളും പരിപാടികളും വിലയിരുത്തുക, മാറ്റങ്ങളും നേട്ടങ്ങളും അടയാളപ്പെടുത്തുക, ഈ മേഖലയിലെ പ്രതിഭകളെയും വിദഗ്ധരെയും കേൾക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതുകൂടി ജൂബിലിയുടെ ഭാഗമായിട്ട് വകുപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 9 ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്തു നിന്നും തദ്ദേശീയ ജനതയുടെ വർണ്ണശബളമായിട്ടുള്ള ഘോഷയാത്രയോടുകൂടിയാണ് സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നത്. തുടർന്ന് കേരളത്തിലെ വിവിധ ഗോത്ര സമൂഹങ്ങളുടെ കലാപരിപാടികൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നമ്മൾ സംഘടിപ്പിക്കും. ഈ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും സാദരം നമ്മൾ ക്ഷണിക്കുകയാണ്. ഇതാണ് ജൂബിലിയോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ പറയാനുള്ളത്.